കേരളം ഇന്ന് പകർച്ചവ്യാധികളുടെ നാടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും പനിയും ചുമയുമില്ലാത്ത ആളുകളെ ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ എ വർദ്ധിക്കുന്നതിന്റെ ആശങ്കയിലാണ് ഇന്ത്യ ഇപ്പോൾ. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം കേരളം, മഹാരാഷ്ട്ര, പഞ്ചാബ്, തമിഴ്നാട്, തെലങ്കാന, ഛത്തീസ്ഗഡ്, സിക്കിം, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ഇൻഫ്ലുവൻസ എ കേസുകൾ കൂടുന്നുണ്ടെന്നാണ്. ഇതിനൊപ്പം ഇൻഫ്ലുവൻസയുമായി ബന്ധപ്പെട്ട മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഈ ഇൻഫ്ലുവൻസ വൈറസുകൾ ലോകത്ത് കാണുന്ന മറ്റു വൈറസുകൾക്ക് സമാനമാണ്. അതിനാൽ രാജ്യത്ത് ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ക്വാഡ്രിവാലന്റ് ഇൻഫ്ലുവൻസ വാക്സിൻ ഉപയോഗിക്കാൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. പല സ്റ്റഡികളും കാണിക്കുന്നത് കോവിഡ് മനുഷ്യരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, പ്രതിരോധ ശേഷിയെ പല രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. പല ഇൻഫെക്ഷൻസും കൂടുതൽ അത് വരാനുള്ള സാധ്യത ഈ കോവിഡ് വന്ന ആളുകൾക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് അത് ഏതാനും മാസങ്ങളോളം മാത്രമേ ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ 1-2 വർഷമായിട്ട് തന്നെ എല്ലാ ഇൻഫെക്ഷൻസും കൂടുതലായിട്ട് കാണുന്നുണ്ട്. മഴക്കാലത്ത് മഴക്കാല രോഗങ്ങളും വേനൽക്കാല രോഗങ്ങളും ഉള്ളതാണ്. എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഓരോരോ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇൻഫ്ലുവൻസ വൈറസുകൾ മൂലമുണ്ടാകുന്ന ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ അണുബാധയാണ് സീസണൽ ഇൻഫ്ലുവൻസ. ഈ പകർച്ചവ്യാധി മൂക്ക്, തൊണ്ട, ശ്വാസകോശം ഉൾപ്പെടെയുള്ള ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്നു. പനി, ചുമ, തലവേദന, പേശികളിലും സന്ധികളിലും വേദന, കഠിനമായ ദേഹാസ്വാസ്ഥ്യം, തൊണ്ടവേദന, മൂക്കൊലിപ്പ് തുടങ്ങിയവയാണ് സീസണൽ ഇൻഫ്ലുവൻസയുടെ ലക്ഷണങ്ങൾ. ചുമ ചിലപ്പോൾ കൂടുതൽ നാൾ നീണ്ടു നിൽക്കാം. അത് 2 അതിലധികമോ ആഴ്ചകൾ വരെ ആയിരിക്കും. എന്നാൽ മിക്ക ആളുകൾക്കും പനിയിൽ നിന്നും മറ്റ് ലക്ഷണങ്ങളിൽ നിന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സുഖം പ്രാപിക്കാറുണ്ട്. അത് ഒരു വൈദ്യസഹായത്തിന്റെ ആവശ്യം പോലുമില്ലാതെ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത്തരം ഇൻഫ്ലുവൻസ ഗുരുതരമായ രോഗത്തിനോ മരണത്തിനോ കാരണമായി തീരാം. പ്രത്യേകിച്ച് മറ്റസുഖങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളുകളാണെങ്കിൽ. ഇൻഫ്ലുവൻസയുമായി ബന്ധപ്പെട്ട മിക്ക മരണങ്ങളും 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരിലാണ് സംഭവിക്കുക. ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ എ, ഇൻഫ്ലുവൻസ ബി വൈറസുകൾ തുടങ്ങിയവയാണ് ഏറ്റവും പ്രചാരമുള്ള ഉപവിഭാഗങ്ങൾ. എല്ലാ വർഷവും ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ വൈറസ് രൂപപ്പെടാറുണ്ട്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത്. ഉയർന്ന ജനസാന്ദ്രത, മോശം ശുചിത്വ രീതികൾ, വൈറസ് വ്യാപിക്കാൻ അനുകൂലമായ കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങൾ ഇൻഫ്ലുവൻസ പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇൻഫ്ലുവൻസ വൈറസുകൾ നിരന്തരം മാറ്റം വരുന്ന ഒന്നാണ്. ഇൻഫ്ലുവൻസ ഉൾപ്പെടെയുള്ള വൈറൽ റെസ്പിറേറ്ററി അണുബാധകൾ ഉണ്ടാക്കുന്നതിനും പകരുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം നേരിട്ടോ അല്ലാതെയോ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത് മൂലം പകർച്ചവ്യാധികൾ താൽക്കാലികമായി മാറുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ചൂടും കാലം തെറ്റിയുള്ള മഴയും പകർച്ചവ്യാധി രൂപപ്പെടാൻ ഒരു കാരണമാണ്. പകർച്ചവ്യാധികളുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിൽ മറ്റ് ശ്വാസകോശ വൈറസുകൾ അണുബാധയും ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങളായി രൂപപ്പെടാനും കാരണമാവുന്നുണ്ട്. മെക്സിക്കോ, തജാക്കിസ്ഥാൻ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ്, ഒമാൻ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ 100-ലധികം രാജ്യങ്ങളിൽ നടപ്പാക്കിയ ഇൻഫ്ലുവൻസ നിയന്ത്രണ നടപടികളുടെ ഭാഗമാണ് പ്രായമായവർക്കുള്ള ഫ്ലൂ വാക്സിൻ ഷോട്ടുകൾ. ഇത് പ്രായമായവർക്ക് ഏറെ ഉപകാരപ്രദമാവുകയും മരണസാധ്യത കുറയ്ക്കാനും സാധ്യമാക്കും. കൂടാതെ ഏകദേശം 1 ഡസനോളം ഇൻഫ്ലുവൻസ വാക്സിനുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ, ഗർഭിണികൾ, വിട്ടുമാറാത്ത ആരോഗ്യസ്ഥിതിയുള്ള ആളുകൾ എന്നിവർക്ക് വാർഷിക ഇൻഫ്ലുവൻസ വാക്സിനേഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 65 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കും സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ അനുവദിച്ചിട്ടുണ്ട്. COVID-19 വാക്സിൻ നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ മുതിർന്നവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ തുടക്കമായിരുന്നു. അത് രാജ്യത്ത് മറ്റ് മുതിർന്നവർക്കുള്ള വാക്സിനുകൾ ലഭ്യമാക്കുന്നതിനും കാരണമായി തീർന്നു. സർക്കാരിന്റെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ഇൻഫ്ലുവൻസ വാക്സിൻ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയെയും മരണത്തെയും കുറിച്ചുള്ള വിവരങ്ങളുടെ അഭാവം മൂലം വളരെ പരിമിതമാണ്. കൂടാതെ ഇൻഫ്ലുവൻസ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമുള്ള സംവിധാനങ്ങൾക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സോ പോലുള്ള ആരോഗ്യ സൊസൈറ്റികൾ മുൻഗണനയും നൽകിയിട്ടില്ല. രാജ്യം സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്ക് നീങ്ങുകയും ഇപ്പോൾ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉടലെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലും ഗവൺമെന്റിന് കൂടുതൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള ഉചിതമായ സമയമാണ്.